ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാഴ്ച, സന്തോഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലൊട്ടും നല്ലതല്ല, ഈ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ നോക്കിയ പിണറായിക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഒരു പണി കൊടുത്തു. ആദ്യം എല്ലാരേക്കാളും മുമ്പ് സീറ്റിലിരുന്നു. അവിടെ ചെന്ന് സീറ്റിലിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞു. ഇയാൾ അതിന്റെ ഒപ്പം വെച്ചു. മന്ത്രിമാരൊക്കെ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ വിഷണ്ണരായി. ഇന്നിപ്പോ റിയാസിന്റെ ഒരു കരച്ചിൽ ഞാൻ കണ്ടു. ഇത് എന്ത് ജനാധിപത്യമാണ്? ഇപ്പൊ തന്നെ ഇന്ന് ഏറ്റവും രസകരമായൊരു കാഴ്ച ഇന്നുണ്ടായത്. ഇന്നാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന എം വി രാഘവന്റെ കാലത്ത് ആരംഭിക്കാൻ ആഗ്രഹിച്ച വിഴിഞ്ഞം പദ്ധതി ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അന്നൊരു ഭരണ തുടർച്ച 2016 ഉണ്ടാകുമായിരുന്നെങ്കിൽ 2019 ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ ചില മന്ത്രിമാര് പറയുന്നത് കേട്ടു, തറക്കല്ലിട്ടോണ്ടായോ? അങ്ങനെയല്ല, വിഴിഞ്ഞത്തിന് വേറെ പ്രത്യേകതയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെന്ന് അറിയൂ, വർക്ക് തുടങ്ങുന്ന ദിവസം. അദ്ദേഹം പറഞ്ഞു, വർക്ക് തുടങ്ങുന്ന ദിവസം ഞാൻ വന്ന് തറക്കല്ലിടും, അല്ലാതെ തറക്കല്ല് കുറെ നാളിങ്ങനെ വെയിലും മഴയും കൊണ്ട് പത്രക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നാ വർക്ക് തുടങ്ങുന്നേ? അന്നേ ഞാൻ തറക്കല്ലിടും. വർക്ക് തുടങ്ങി 3-ാം മാസമാണ് ഇലക്ഷൻ വന്ന് ഗവൺമെന്റ് മാറുന്നത്. അങ്ങനെ ഗവൺമെന്റ് മാറി പിണറായി വന്നപ്പോ ആദ്യത്തെ 5 കൊല്ലം വേസ്റ്റ് ആക്കി. കടന്നപ്പള്ളിയാണ് മന്ത്രി. അദ്ദേഹം വിഴിഞ്ഞത്ത് പോയി കാറ്റ് കൊണ്ടു. കാരണം ഈ ഏറ്റെടുത്ത കമ്പനിക്ക് വർക്ക് മുന്നോട്ട് പോകാനുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ അന്ന് സംസ്ഥാന സർക്കാർ മെല്ലെ പോക്ക് നയം സ്വീകരിച്ചു. എഴഞ്ഞെഴഞ്ഞ് നീങ്ങി. നേരെ മറിച്ച് അതൊക്കെ വേണ്ടത്ര സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഘട്ടം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ 1000 ദിവസം കൊണ്ട് 1-ാം ഘട്ടം പൂർത്തിയാക്കും. 1000 ദിവസം പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 9 വർഷം ഇന്ന് പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാഴ്ച, സന്തോഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലൊട്ടും നല്ലതല്ല, ഈ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ നോക്കിയ പിണറായിക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഒരു പണി കൊടുത്തു. ആദ്യം എല്ലാരേക്കാളും മുമ്പ് സീറ്റിലിരുന്നു. അവിടെ ചെന്ന് സീറ്റിലിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞു. ഇയാൾ അതിന്റെ ഒപ്പം വെച്ചു. മന്ത്രിമാരൊക്കെ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ വിഷണ്ണരായി. ഇന്നിപ്പോ റിയാസിന്റെ ഒരു കരച്ചിൽ ഞാൻ കണ്ടു. ഇത് എന്ത് ജനാധിപത്യമാണ്? പിന്നെ മൂപ്പരുടെ ഗവൺമെന്റ് ഒക്കെ നല്ല ജനാധിപത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ ലിസ്റ്റിൽ ഇവരെ അയച്ചുവിട്ട ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരില്ല. ഇന്നത്തെ എങ്ങനെയായിരുന്നു ഇന്നത്തെ ചടങ്ങ്? പ്രധാനമന്ത്രി ഉദ്ഘാടനം, മുഖ്യമന്ത്രി അധ്യക്ഷൻ, സ്വാഗതം വി.എൻ. വാസവൻ. ഈ 3 പേർക്കല്ലാണ്ട് 4ാമത് സ്റ്റേജിലിരിക്കുന്ന ഒരാൾക്ക് പ്രസംഗമില്ല. സ്ഥലം MP ശശി തരൂര് സ്റ്റേജിലിരിക്കുക, അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. സ്ഥലം MLA വിൻസെന്റ്, അദ്ദേഹത്തിന് പ്രസംഗമില്ല. അതേ സ്റ്റേജിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരനും പ്രതിപക്ഷ നേതാവിനും MP-ക്ക് MLA-ക്കൊക്കെ ഒരേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിനാരാ കൂട്ടുന്നത്? മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുള്ള ഏർപ്പാടല്ലേ? ലോക്കൽ MLA-യും MP-യെയും പങ്കെടുപ്പിക്കാതിരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ പറയില്ലേ അദ്ദേഹം സ്ഥലം MP പ്രസംഗിക്കണം, സ്ഥലം MLA പ്രസംഗിക്കണം? അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾ എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യം മാത്രം പറഞ്ഞാൽ മതി, ജനം നമുക്ക്. പണ്ട് കാലത്ത് ഉള്ളതുപോലെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, എന്തൊക്കെ വാട്സപ്പ് വന്നാലും ശരി, എന്തൊക്കെ മോഡേണൈസേഷൻ വന്നാലും ശരി, ആ ഡോർ ടു ഡോർ ക്യാമ്പയിന്റെ മെച്ചം മറ്റൊന്നിനും കിട്ടില്ല.